ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC സിവിൽ സർക്കിൾ. ഇന്നത്തേത് സർവേയിങ് ആൻഡ് ലെവലിങ്ങിലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സർവേയിങ് എന്താണെന്ന് പറയാം. സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ എബോവ് ഓർ ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിലുള്ള പോയിൻറ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ പറയുന്ന ഒരു ആർട്ടിനെയാണ് അല്ലെങ്കിൽ ഒരു കലയെയാണ് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എർത്തിൻ്റെ സർഫസിലാവാം അല്ലേ, അല്ലെങ്കിൽ എബോ ദ സർഫസ് ആവാം, അല്ലെങ്കിൽ ബിലോ ദ സർഫസ് ആവാം. അപ്പോൾ എർത്തിലുള്ള ഒരു പോയിൻറ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ പറയുന്ന ഒരു ആർട്ടിനെയാണ് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പറയാം, നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കൽ ആംഗിളോ മെഷർ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് പറയുന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്നാണല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ലെവലിംഗ് എന്താണെന്നാണ്. ഇപ്പോൾ ലെവലിംഗ് എന്ന് പറയുന്നത് സർവേയിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ലെവലിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സർവേയിങ്. ഇനി അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ടു ഫൈൻഡ് ദ എലിവേഷൻ ഓഫ് പോയിൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഓർ അസ്യൂംഡ് ഡേറ്റ്. ഒരു പോയിൻറ്റിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലെവലിംഗ് ഉപയോഗിക്കാം. അതുപോലെ to establish points at a given elevation or at different elevations with respect to a given or assumed data. ഇപ്പോൾ നമുക്കൊരു പോയിൻറ്റിൻ്റെ എലിവേഷൻ അറിയാമെങ്കിൽ ആ ഒരു പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലെവലിംഗ് ഉപയോഗിക്കാം. അപ്പോൾ എന്തിനൊക്കെയാണ്? ഒന്ന്, ഒരു ഡേറ്റത്തിൽ നിന്നും ഒരു പോയിൻറ്റിലേക്കുള്ള എലിവേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട്. രണ്ടാമത്, ഒരു പോയിൻറ്റിൻ്റെ എലിവേഷൻ അറിയാമെങ്കിൽ ആ ഒരു പോയിൻ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലെവലിംഗ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പൊതുവേ ഇതിനെ ഇങ്ങനെ പറയാം, സർവേയിങ്ങിൽ വരുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് ആണ്, ലെവലിങ്ങിൽ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ സർവേയിങ്ങിൽ എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സും ലെവലിങ്ങിൽ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സും ആണ് ഉള്ളത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എർത്തിൻ്റെ ഷേപ്പ്, അതുപോലെ ഇക്വറ്റോറിയൽ ആക്സിസിൻ്റെയും പോളാർ ആക്സിസിൻ്റെയും ലെന്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ എർത്തിൻ്റേത് ഒബ്ലേറ്റ് സ്ഫെറോയിഡ് ഷേപ്പാണ്. അപ്പോൾ എർത്തിൻ്റേത് എന്താണ്? ഒബ്ലേറ്റ് സ്ഫെറോയിഡ് ഷേപ്പാണ്. അതായത് എർത്തിൻ്റെ ഇക്വേറ്റർ ബൾജ് ചെയ്തും പോൾസ് ഫ്ലാറ്റൻഡും ആയിരിക്കും. ഇനി എർത്തിൻ്റെ ഇക്വറ്റോറിയൽ ആക്സിസിൻ്റെ ലെന്ത് എത്രയാണെന്ന് നോക്കാം. എർത്തിൻ്റെ ഇക്വറ്റോറിയൽ ആക്സിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പോളാർ ആക്സിസ്. അതിൻ്റെ ലെന്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എർത്തിൻ്റെ ഇക്വറ്റോറിയൽ ആക്സിസ് 12,756.75 കിലോമീറ്ററും പോളാർ ആക്സിസ് 12,713.8 കിലോമീറ്ററും ആണ്. അതായത് പോളാർ ആക്സിസ് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ്. ഇനി അത് എത്ര പെർസെൻറ്റേജ് ഷോർട്ടറാണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഷോർട്ടറാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. പോളാർ ആക്സിസ് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ് ബൈ 42.95 കിലോമീറ്റർ. അപ്പോൾ പോളാർ ആക്സിസ് ഇക്വറ്റോറിയൽ ആക്സിസിനേക്കാൾ 42.95 കിലോമീറ്റർ ചെറുതാണ്. ഇനി ഇതേ വാല്യൂ 42.95നെ നമുക്ക് പെർസെൻറ്റേജിൽ പറയുമ്പോൾ എത്രയാണ്? 0.34% ആണ് കുറവ്. അപ്പോൾ എന്താണ്? പോളാർ ആക്സിസ് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ് ബൈ 42.95 കിലോമീറ്റർ ഓ 0.34%. ഇനി നമ്മൾ കാൽക്കുലേഷൻസിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ഇക്വറ്റോറിയൽ ആക്സിസിൻ്റെയും പോളാർ ആക്സിസിൻ്റെയും ലെന്ത് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത് ആവറേജ് റേഡിയസ് ആണ്. അത് എത്രയാണ്? 6370 കിലോമീറ്റർ ആണ് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എർത്തിൻ്റേത് ഒബ്ലേറ്റ് സ്ഫെറോയിഡ് ഷേപ്പാണ്. പോളാർ ആക്സിസ് ഇക്വറ്റോറിയൽ ആക്സിസിനേക്കാൾ 42.95 കിലോമീറ്റർ കുറവാണ്, അല്ലെങ്കിൽ 0.34% ചെറുതാണ്. ഇനി എർത്തിൻ്റെ ആവറേജ് റേഡിയസ് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് 6370 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേ ആണ്. സർവേയിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്ലെയിൻ സർവേയിങ് എന്നും ജിയോഡറ്റിക് സർവേയിങ് എന്നും. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങും. ഫസ്റ്റ് നമുക്ക് പ്ലെയിൻ സർവേയിങ് എന്താണെന്ന് നോക്കാം. ഇൻ പ്ലെയിൻ സർവേയിങ് കർവേച്ചർ ഓഫ് എർത്ത് ഈസ് നെഗ്ലെക്റ്റഡ്. പ്ലെയിൻ സർവേയിങ്ങിൽ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് എർത്ത് സർഫസിനെ പ്ലെയിൻ സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട് പ്ലെയിൻ സർവേയിങ്, അതായത് എർത്തിൻ്റെ സർഫസിനെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഏരിയ ലെസ് ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് ചെയ്യുന്നത്. ഇപ്പോൾ 250 സ്ക്വയർ കിലോമീറ്ററിന് നമുക്ക് 100 സ്ക്വയർ മൈൽസ് എന്നും പറയാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഏരിയ ലെസ് ദാൻ 100 സ്ക്വയർ മൈൽസ് ആണെങ്കിൽ ഏത് സർവേ ആണ് ഉപയോഗിക്കുന്നത് എന്നും ചോദിക്കാം. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഏരിയ ലെസ് ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 100 മൈൽ സ്ക്വയർ ആകുമ്പോഴാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് ചെയ്യുന്നത്. ഇൻ പ്ലെയിൻ സർവേയിങ് ലെവൽ ലൈൻ ഈസ് കൺസിഡേർഡ് സ്ട്രെയിറ്റ്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഓരോ സർവേ ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ആൻഡ് ആ സർവേ ലൈൻസ് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് പ്ലെയിൻ ട്രയാങ്കിൾസും ആയിരിക്കും. അതായത് ഇതുപോലെ സർവേ ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾസ് പ്ലെയിൻ ട്രയാങ്കിൾസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ലെവൽ ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ലെവൽ ലൈൻ ഇവിടുന്ന് ഞാൻ ഓരോ പോയിന്റിൽ നിന്ന് ഓരോ പ്ലം ലൈൻസ് വരയ്ക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് വരച്ചു, സെക്കൻഡ് പോയിന്റ് എന്ന് വരച്ചു, അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഓരോ പ്ലം ലൈൻസും പാരലൽ ആയിരിക്കും. ഇപ്പോൾ ഓൾ പ്ലം ലൈൻസ് ആർ കൺസിഡേർഡ് ആസ് പാരലൽ ലൈൻസ്. ഇനി പ്ലെയിൻ സർവേയിങ് ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിലാണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വർക്ക്സ് കണ്ടക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. ഏരിയ ലെസ് ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിന് താഴെ വരുമ്പോഴാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് ചെയ്യുന്നത്. ഇതിലെ ലെവൽ ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ആൻഡ് സർവേ ലൈൻസ് ജോയിൻ ചെയ്തുണ്ടാവുന്ന ട്രയാങ്കിൾസ് എല്ലാം പ്ലെയിൻ ട്രയാങ്കിൾസ് ആണ്. ഇനി നമ്മൾ ലെവൽ ലൈനിൽ വരയ്ക്കുന്ന പ്ലം ലൈൻസ് പാരലൽ ആയിരിക്കും. അതുപോലെ ഇത് ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിലാണ്. Second one, geodetic surveying. Geodetic surveying is also known as trigonometric surveying. In geodetic surveying, effective curvature of earth is taken into account. Geodetic surveying എർത്തിൻ്റെ curvature കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ഏരിയ ലെസ് ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ ആകുമ്പോഴാണ് പ്ലെയിൻ സർവേയിങ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഏരിയ മോർ ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേയിങ് ആണ്. ഇനി ഇതിലുള്ള എല്ലാ സർവേ ലൈൻസും കർവ്ഡ് ലൈൻസ് ആയിരിക്കും. അത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് സ്പെറിക്കൽ ട്രയാങ്കിൾസ്. എർത്ത് സർഫസിലെ കർവ്ഡ് ലൈൻസിൽ ഓരോ പോയിന്റിൽ നിന്നും പ്ലം ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അത് ഓരോന്നും ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ പ്ലം ലൈൻസ് എല്ലാം എർത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പ്ലെയിൻ സർവേയിങ്ങിലാണെങ്കിൽ പ്ലം ലൈൻസ് പാരലൽ ആയിരിക്കും. ജിയോഡറ്റിക് സർവേയിങ്ങിലാണെങ്കിൽ പ്ലം ലൈൻസ് എല്ലാം കൂടി എർത്തിൻ്റെ സെൻറ്ററിലേക്ക് കൺവേർജ് ചെയ്യും. ജിയോഡറ്റിക് സർവേയിങ് ഉപയോഗിക്കുന്നത് ഹൈ പ്രിസിഷൻ വർക്ക്സിനാണ്. ഓൾ ജിയോഡറ്റിക് സർവേസ് ഇൻക്ലൂഡ് വർക്ക് ഓഫ് ലാർജർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ. അതായത് കൺട്രോൾ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലുള്ള ഹൈ ആക്യുറസി വേണ്ട വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിയോഡറ്റിക് സർവേയിങ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ജനറലി അഡോപ്റ്റഡ് ബൈ ദ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജിയോഡറ്റിക് സർവേയിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ട്രിഗണോമെട്രിക് സർവേയിങ്. ഇതിൽ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏരിയ മോർ ദാൻ 250 സ്ക്വയർ കിലോമീറ്റർ വരുമ്പോഴാണ് ജിയോഡറ്റിക് സർവേയിങ് ചെയ്യുന്നത്. എല്ലാ ലെവൽ ലൈൻസും കർവ്ഡ് ലൈൻസ് ആയിരിക്കും. അത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് സ്പെറിക്കൽ ട്രയാങ്കിൾസ് ആണ്. ഇനി നമ്മൾ വരയ്ക്കുന്ന പ്ലം ലൈൻസ് എല്ലാം എർത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഹൈ പ്രിസിഷൻ വർക്കിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ജനറലി അഡോപ്റ്റഡ് ബൈ ദ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇനി 2 പോയിൻറ്റ്സും കൂടി പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പ്ലെയിൻ സർവേയിങ്ങിൽ ലെവൽ ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ജിയോഡറ്റിക് സർവേയിങ്ങിൽ കർവ്ഡ് ലൈൻസും. ഇപ്പോൾ 18.2 കിലോമീറ്റർ ലെന്ത് ഉള്ള ഒരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ആർക്കും അതിൻ്റെ കോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദ ഡിഫറൻസ് ഇൻ ലെന്ത് ബിറ്റ്വീൻ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് സബ്റ്റൻഡഡ് കോഡ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 18.2 കിലോമീറ്റർ ഈസ് ഓൺലി 10 സെൻറ്റിമീറ്റർ. സെക്കൻഡ് പോയിന്റ്, 195 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു പ്ലെയിൻ ട്രയാങ്കിളും ഒരു സ്പെറിക്കൽ ട്രയാങ്കിളും വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് 1 സെക്കൻഡ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ പ്ലെയിൻ ട്രയാങ്കിൾ ആൻഡ് ദ സം ഓഫ് ദോസ് ഇൻ എ സ്പെറിക്കൽ ട്രയാങ്കിൾ ഈസ് ഓൺലി 1 സെക്കൻഡ് ഫോർ എ ട്രയാങ്കിൾ അറ്റ് ദ എർത്ത് സർഫസ് ഹാവിംഗ് ആൻ ഏരിയ ഓഫ് 195 സ്ക്വയർ കിലോമീറ്റർ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. പ്ലാനോ മാപ്പോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേയിങ് ചെയ്യും. ടു ഡിറ്റർമൈൻ ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓൺ ഓർ നിയർ ദ ഗ്രൗണ്ട്. അപ്പോൾ എർത്തിലുള്ള ഏതെങ്കിലും ഫീച്ചേഴ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞു റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ്. ഇനി ടു മാർക്ക് ദ പൊസിഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് സ്ട്രക്ചർ. നമ്മളൊരു സ്ട്രക്ചറിൻ്റെ ലേഔട്ട്
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സർവേയിങ് ഉപയോഗിക്കാം. അതുപോലെ ഏരിയയും വോളിയോ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു പ്ലോട്ടിൻ്റെ ഏരിയയോ അല്ലെങ്കിൽ ഇപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ എന്തിൻ്റെങ്കിലും വോളിയം കണ്ടുപിടിക്കാനോ സർവേയിങ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തിനൊക്കെയാണ്? പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം, ഒരു സ്ട്രക്ചറിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ ഏരിയ വോളിയം ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് സർവേയിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ലെവലിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, പ്ലെയിൻ സർവേയിങ്, ജിയോഡറ്റിക് സർവേയിങ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് എന്തൊക്കെയാണെന്നും പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.